ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടത്? നിങ്ങളെന്താ അതിൻ്റെ ഗൗരവം പറയാത്തത്? താലൂക്ക് ആശുപത്രി ചെന്നു, പരിഹാരം ഇല്ല. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾ റഫറൻസ് ആശുപത്രികൾ മാത്രമാണോ? അവിടെ ഒരു സംവിധാനം ഇല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് താലൂക്ക് ആശുപത്രി പോയി സമയം കളയുന്നത്? അല്ല, അവിടെ പരിമിതിയുണ്ട്. ശരി, മെഡിക്കൽ കോളേജിലെത്തി ആ ചെറുപ്പക്കാരൻ മെഡിക്കൽ കോളേജിലെത്തുന്നു, പരിഹരിച്ചോ? അപ്പോൾ എവിടെയാണ് പോകേണ്ടത്? എവിടെ കൊണ്ടുപോകണം പറ? ആശുപത്രി പോകുന്നത് മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഡെത്ത് വാറന്റ് ഒപ്പിടുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുക ഈ ഗവൺമെൻറ് കാലത്ത്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുള്ള മേഖലയല്ലേ കേരളത്തിലെ സർക്കാർ സംവിധാനം? ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഡോക്ടർമാരെ എടുക്കുക. കേരളത്തിലെ ഏറ്റവും പരിണിത പ്രജ്ഞരായ ഒരു ഓങ്കോളജിസ്റ്റിനെ എടുത്തു, ഒരു ന്യൂറോളജിസ്റ്റിനെ എടുത്തു, ഒരു കാർഡിയോളജിസ്റ്റിനെ എടുത്തു, ആരെ വേണമെങ്കിലും എടുത്തു. അതെല്ലാം സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരല്ലേ? ആ ഡോക്ടർമാരുടെ എഫിഷ്യൻസി എന്താ ഉപയോഗിക്കാൻ പറ്റാത്ത ഈ സർക്കാരിന്? എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? അതാണ് പ്രശ്നം, അതാണ് ഗൗരവമുള്ള വിഷയം. സമരം തുടരും, കേസൊന്നും വിഷയമല്ല. ജാതിയും മതവുമല്ല, വിദ്യാഭ്യാസവും വിവേകവുമാണ് നാടിനാവശ്യമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമുദായമാണ്. ആ സമുദായത്തെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണീയരായ കേരളീയ മുഴുവൻ ജനങ്ങൾക്കും, ശ്രീനാരായണീയർ എന്ന് പറയുമ്പോൾ ഈഴവ സമുദായങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിലെ എല്ലാ മനുഷ്യന്മാരും, മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ശ്രീനാരായണീയരാണ്. ഞാനൊരു ഈഴവ സമുദായമല്ല, പക്ഷേ ഞാനൊരു ശ്രീനാരായണീയനാണ്. യൂത്ത് കോൺഗ്രസ് ആ മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈ നാടിന് നൽകിയ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, കേരളം ഏറ്റവും വലിയ ഒരു കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ഒന്നുമല്ല. കേരളം ഏറ്റവും വലിയ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സ്റ്റേറ്റ് ഒന്നുമല്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ നാടിൻ്റെ മതേതരത്വമാണ്. തർക്കമുണ്ടോ ആർക്കെങ്കിലും? ഈ നാടിൻ്റെ മതേതരത്വത്തിന് അടിത്തറ പാകിയത് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ആളുകളാണ്. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന ആൾ ശ്രീനാരായണ ഗുരുദേവനാകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് കൊടുക്കുന്ന പാട്രണേജാണ്. ഗവൺമെൻറ് ആവർത്തിച്ചു കൊടുക്കുന്ന പാട്രണേജാണ്. ക്രൂരമായ കമ്മ്യൂണൽ പോളറൈസേഷനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അധികാര തുടർച്ച ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മലപ്പുറം അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് നിലമ്പൂരിലൂടെ. ഇനി മലപ്പുറം ജില്ല മൊത്തത്തിൽ മറുപടി കൊടുക്കും, കേരളവും മറുപടി കൊടുക്കും, 26ലും 25ലും ഒക്കെ. അതിനകത്ത് ഞാൻ ഇലക്ട്രൽ പൊളിറ്റിക്സിനെ പറ്റിയല്ല പറയുന്നത്. ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുക. അതിന് ഞാൻ ചോദിക്കുന്നത്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ധൈര്യമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ജില്ലയെ ഒരു നാട്ടിലെ ആ ജില്ലയെ മുഴുവനായിട്ട് അധിക്ഷേപിക്കാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ധൈര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ ജില്ലയിലെ കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതി SSLCക്ക് ഉന്നതമായ വിജയം നേടിയപ്പോൾ അത് കോപ്പി അടിച്ച് ജയിച്ചതാണെന്ന് പറഞ്ഞ ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നാടാണിത്. ആ നാട്ടിലെ മനുഷ്യന്മാർക്ക് സ്വർണ്ണക്കടത്താണ് എന്ന് വരുത്തി തീർക്കുവാൻ ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖം കൊടുത്ത ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഇരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ നാട്ടിൽ വോട്ട് ചെയ്ത ജനങ്ങൾ തീവ്രവാദികളാണ് എന്ന് വിളിച്ച ശ്രീ വിജയരാഘവൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറുള്ള നാടാണ് ഈ കേരളം. ആ പാർട്ടി കൊടുക്കുന്ന പൊളിറ്റിക്കൽ പാറ്റേണേജാണ്. ഈ ക്രൂരമായ വർഗീയ പരാമർശം കഴിഞ്ഞിട്ട് പൊന്നാട ഇടുന്നതല്ലാതെ അതിനൊന്ന് തള്ളി പറയാൻ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നല്ലോ. എന്താ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിൽ പ്രതികരണം? വീണ്ടും പൊന്നാട ഇടുമോ? കോൺഗ്രസ് നേതാക്കന്മാരാരാ പൊന്നാട ഇട്ടെ? അല്ല, കേരളത്തിൻ്റെ അതിൻ്റെ പശ്ചാത്തലം എനിക്കറിയില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ല ശ്രീ ഹൈബി ഈഡൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ല ശ്രീ കെ ബാബു, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ശ്രീ കെ ബാബുവിനും ശ്രീ ഹൈബി ഈഡനും ഇല്ല. ഉണ്ടോ? അല്ല, ഞാൻ പറയട്ടെ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പൊതുവിൽ എതിർക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ പരാമർശം, ആ പരാമർശവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാടെന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ആവർത്തിച്ചുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾക്ക് ആ സമുദായത്തിൽ നിന്നും പോലെയുള്ള പിന്തുണയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മുന്നണിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ വിഷയം. ആ സമുദായം പോലും അത് ഏറ്റെടുക്കുന്നില്ല. അത് നിലമ്പൂരിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം, നമ്മൾ ഏത് പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടുന്നത്? അദ്ദേഹം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കൂടെ ആയതുകൊണ്ടാണ്. അല്ലാതെ ശ്രീ പിണറായി വിജയൻ എന്ത് പറയുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചോ ശ്രീ വിജയരാഘവൻ എന്ത് പറയുന്നു? ഞാൻ ചോദിച്ചില്ലല്ലോ. ശ്രീ ഗോവിന്ദൻ മാഷ് എന്ത് പറയുന്നു? ഞാൻ ചോദിച്ചില്ലല്ലോ. എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആവർത്തിച്ചുണ്ടാകുന്ന ഈ വിദ്വേഷ പരാമർശത്തെ പറ്റിയിട്ടുള്ള നിലപാട് എന്താണ്? നിങ്ങൾ ഈ വിഷയത്തിൽ ശ്രീ കെ ബാബുവിനോടും ശ്രീ ഹൈബീഡനോടും നിലപാട് ചോദിക്കൂ. അവർ കൃത്യമായ നിലപാട് പറയും. ഇനി നിലപാടല്ല,
ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. അതായത് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് നമ്മൾ ആഭ്യന്തര വകുപ്പിനോടാണ് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിനകത്തെ നിലപാട്? ആ നിലപാട് ശ്രീ ഹൈബീഡന് സ്വീകരിക്കാൻ പറ്റുമോ? എനിക്കിത് സ്വീകരിക്കാൻ പറ്റുമോ? ഞാനല്ലല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പോൾ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിനകത്ത് എന്ത് പറയുന്നു?